ലോകത്തെ അതിസമ്പന്നരിൽ രണ്ടാമനായ ബിൽഗേറ്റ്സ് വാറൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞു, പണമല്ല മനുഷ്യരുണ്ടാക്കുന്നതാണ് പണം. ഈ ഓർമ്മപ്പെടുത്തലുമായി US മണി വാച്ചിലെ മറ്റൊരു അധ്യായം. കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായിട്ട് 15 വർഷം പൂർത്തിയാകുന്നു. പുതിയ ടെർമിനൽ, ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ നൂതന പദ്ധതികളുമായി മുന്നേറുകയാണ് സിയാൽ. പറന്നുയർന്ന 15 വർഷത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം, ഒപ്പം പുതിയ പ്രയാണവും. ആകാശത്തിലെ മേഘക്കീറുകൾ വകഞ്ഞുമാറ്റിപ്പായുന്ന ഒരു വിമാനത്തിന്റെ വേഗതയിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി എന്ന സിയാലിന്റെ വളർച്ച. വെറും 300 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ വിമാനത്താവളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ലാഭം മാത്രം 125 കോടി രൂപയാണ്. ഇനി വികസനത്തിന്റെ അനന്തവിഹായസിലേക്ക് സിയാൽ പറന്നുയരുകയാണ്. അതിന്റെ ആദ്യപടിയാണ് 15 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന പുതിയ ടെർമിനലിന്റെ നിർമ്മാണം. ഇപ്പോഴത്തെ ടെർമിനലിന്റെ ആകെ വിസ്തീർണം 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. 2030 വരെ ഉണ്ടാകാൻ പോകുന്ന ട്രാഫിക്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ടെർമിനലാണ് പണിയുന്നത്. ടെർമിനൽ ബിൽഡിങ്ങിന് ഏതാണ്ട് 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരിക, ബാക്കിയുള്ള 15 എയർക്രാഫ്റ്റ് ഒന്നിച്ച് ബോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇത് ആദ്യത്തെ ഒരു 5 കൊല്ലമൊക്കെ ചിലപ്പം എക്സസ് കപ്പാസിറ്റി ആയിരിക്കും. പക്ഷേ അത് 2030 നമ്മളിപ്പോൾ ഒരു മിനിമം ഒരു 15 വർഷമെങ്കിലും മുന്നോട്ട് കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ നമ്മൾ തള്ളപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ടെർമിനൽ പണിയുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. വിശാലമായ 4 വരിപ്പാത, മഴയും വെയിലും കൊള്ളാതെ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കനോപ്പി, സിയാൽ ട്രേഡ് സെന്റർ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് സെന്ററാണ് സിയാൽ ട്രേഡ് സെന്റർ. 35,000 സ്ക്വയർ ഫീറ്റാണ് ഇതിന്റെ വിസ്തീർണം. വികസനത്തിലൂടെ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുവാനും സിയാൽ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ 1 മെഗാവാട്ട് സൗരോർജ്ജം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇനി പകൽ സമയത്ത് വിമാനത്താവളത്തിലെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള വൈദ്യുതി 6 മാസത്തിനകം ഉത്പാദിപ്പിക്കും. പുതിയതായിട്ട് 3 മെഗാവാട്ടും കൂടെ, അതായത് പകലിൽ സിയലിന് എത്ര ആവശ്യമുണ്ടോ സോളാർ പവർ, അത് കംപ്ലീറ്റ് ഞങ്ങൾ അധികം ദൂരം എന്ന് പറഞ്ഞാൽ അടുത്ത 6 മാസം കൊണ്ട് കമ്മീഷൻ ചെയ്യും. അതുകൂടാതെ ഞങ്ങൾ ഇലക്ട്രിക്കൽ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക്കൽ ജലവൈദ്യുതി മേഖലയിലേക്കും ഞങ്ങൾ ഏതാണ്ട് 60 മെഗാവാട്ട് പവറിൻ്റെ സാങ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു 3 വർഷം കൊണ്ട് ഞങ്ങൾ മുഴുവൻ കമ്മീഷൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ വിമാനയാത്ര നടത്തിയത് 54 ലക്ഷം ആളുകളാണ്. 15 വർഷം മുമ്പ് സിയാൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വെറും 4 ലക്ഷം പേരാണ് ഇതുവഴി യാത്ര ചെയ്തത്. കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 20% ആളുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉപയോഗിച്ചു എന്ന് സാരം. 1993 നീണ്ട പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നടുവിലാണ് സിയാൽ എന്ന ഈ മഹാപ്രസ്ഥാനം ഉയർന്നു വന്നത്. അന്ന് പരിസ്ഥിതി തകരുമെന്നും പക്ഷികളുടെ പ്രജനനം ഇല്ലാതാകുമെന്നും കുടിവെള്ളം മുട്ടിപ്പോകുമെന്നും വ്യാജ ആരോപണം ഉന്നയിച്ചവർ ഇന്നിതിന്റെ ഗുണഭോക്താക്കളാണ്. 2800 ഭൂ ഉടമകളിൽ നിന്നാണ് സ്ഥലമേറ്റെടുത്തത്. വീട് നഷ്ടപ്പെട്ട 550 പേർക്കും ജീവിതമാർഗം നൽകാൻ സിയാലിന് കഴിഞ്ഞു. ഈ വിമാനത്താവളത്തിനായി പണം മുടക്കിയവർക്ക് 114% ലാഭവിഹിതമാണ് കമ്പനി കഴിഞ്ഞ വർഷം നൽകിയത്. 5500 പേർക്ക് നേരിട്ടും അതിന്റെ ഇരട്ടിയിലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുവാനും സിയാൽ എന്ന ഈ മാതൃകാ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. 99 ഉദ്ഘാടനം ചെയ്തപ്പോൾ ആൾക്കാരുടെ സംശയം ഇതായിരുന്നു, ഇത് ഫിനാൻഷ്യലി വയബിൾ ആകുമോ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ മാറ്റിയിരുന്നു. 3 കൊല്ലം കൊണ്ട് കമ്പനി ഏതാണ്ട് 72 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. അന്നേരം ഗവൺമെൻറ്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി സാർ എന്നെ തിരിച്ച് പിന്നെയും കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾ 1 വർഷം കൊണ്ട് കമ്പനിയെ ലാഭത്തിലാക്കി. ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കും, മുടക്ക് മുതലിൽ 114%
ഡിവിഡൻഡ് കൊടുത്തൊരു കമ്പനിയാണിത്. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ ഇത്രയും പ്രോഫിറ്റും ഡിവിഡൻറ്റും കൊടുത്തൊരു കമ്പനി വേറെ കാണില്ല. അതോടൊപ്പം തന്നെ 2013-14 300 കോടി രൂപയാണ് ആകെ മുടക്കുവതിൽ. ഞങ്ങൾ കഴിഞ്ഞ വർഷമായത് 13-14 120 കോടി രൂപ ലാഭം ഉണ്ടാക്കി. അന്നേരം ഇനിയും ഡിവിഡൻഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ എംപ്ലോയീസ് ആയിരിക്കും കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് എന്നെ കണക്കാക്കാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിനും അപ്പുറം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിരിക്കുന്നത് ഞങ്ങൾ ഈ 822 പേരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. എല്ലാവർക്കും 6 സെൻറ്റ് സ്ഥലം കൊടുത്തു, അതിൻ്റെ വീടിൻ്റെ അടുത്ത് റോഡ് പണിത് കൊടുത്തു, വാട്ടർ കണക്ഷൻ കൊടുത്തു, ഡ്രെയിനേജ് കൊടുത്തു, ടാർ റോഡ് ആണ് എല്ലാവരുടെയും മുന്നിൽ. അവരിൽ ഏതാണ്ട് ഒരു 20 പേരൊഴിച്ച് എല്ലാവരും ഇന്ന് ഈ കൊച്ചിൻ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നിയിരിക്കുന്നത്. വിമാനത്താവളത്തോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കില്ല. ഗോൾഫ് കോഴ്സ് ആരംഭിച്ചാണ് ആ സ്ഥലം സിയാൽ പ്രയോജനപ്പെടുത്തിയത്, അതും കാര്യമായ മുതൽ മുടക്കില്ലാതെ. അതിന് ഞങ്ങൾക്ക് ആകെ മുടക്ക് മുതൽ 34 കോടി രൂപയാണ്. അത് 10 കോടി രൂപ ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗ്രാൻഡായിട്ട് കിട്ടി. 26 കോടി രൂപ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് ഞങ്ങൾ പിരിച്ചെടുത്തു. അന്നേരം ശരിക്കും സിയാലിനൊരു മുടക്കമില്ല അതിൻ്റെ അകത്ത്. പക്ഷേ പോയ സ്ഥലം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മളൊരു നാഷണൽ ടൂർണമെൻറ്റ് നടത്തുകയുണ്ടായി, പ്രൊഫഷണൽ ഗോൾഫേഴ്സ് ടൂർണമെൻറ്റ്. അതിൻ്റെ അകത്ത് വന്ന പ്ലേയേഴ്സ്, അതായത് ഇന്ത്യയിലെ നമ്പർ 1 ആൾക്കാരായിട്ടുള്ളവരൊക്കെ പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡുള്ള ഇതായിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരിക്കൽ പ്രതിഷേധമുയർത്തിയവർക്ക് മുന്നിൽ മധുര പ്രതികാരമായാണ് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വളർന്നത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളമില്ലാത്ത കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ആർക്കും ചിന്തിക്കാനാവില്ല. അത്രയേറെ നേട്ടങ്ങളാണ് ഈ വിമാനത്താവളം കേരളത്തിന് സമ്മാനിച്ചത്. മികച്ച തൊഴിൽദാതാവെന്ന നിലയിലും അടിസ്ഥാന സൗകര്യ നിർമ്മാതാവെന്ന നിലയിലും സിയാൽ കഴിഞ്ഞ 1.5 ദശകം വലിയ ദൗത്യമാണ് നിർവഹിച്ചത്. സിയാലിന് തുടക്കമിട്ട മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ദീർഘവീക്ഷണവും പദ്ധതി നടപ്പാക്കിയ VJ കുര്യന്റെ കാര്യക്ഷമതയും ഈ മഹാപ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടായി. 1992 ഞാൻ എറണാകുളം കളക്ടറായിരുന്ന സമയത്ത് ഈ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഒരു പദ്ധതി ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ബഹുമാനപ്പെട്ട കരുണാകരൻ സാറ് പറഞ്ഞു, നമുക്ക് റിസ്ക് എടുത്ത് ഇത് തുടങ്ങാം. തീർച്ചയായിട്ടും ഇങ്ങനൊരു അന്നത്തെ ഒരു ലിറ്റിൽ എഹെഡ് ഓഫ് ടൈംസ് ആയിരുന്നു ആ പ്രോജക്റ്റ്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം കാരണം ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാനും അത് തുടക്കം കുറിക്കാനായിട്ട് എനിക്ക് അനുവാദം നൽകി. കാരണം ഗവൺമെൻറ്റിൽ എല്ലാ സീനിയർ ഓഫീസേഴ്സും ഇതിനെപ്പറ്റി വളരെയധികം സംശയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഒരു 2 വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രോജക്റ്റിനോടനുബന്ധിച്ച്. പക്ഷേ അതിനുശേഷം ശ്രീ AK ആന്റണി സാർ വന്നു. പക്ഷേ അന്ന് ആ ഒരു തുടക്കം കുറിക്കാൻ പറ്റുക, അതൊരു ബിയോണ്ട് ദ ടൈംസ് ആയിരുന്നു, ലിറ്റിൽ എഹെഡ് ഓഫ് ടൈംസ് ആയിരുന്നു ആ പ്രോജക്റ്റ്. ആയത് ഇന്ത്യയിൽ ഒരിടത്ത് പോലും നടന്നിട്ടില്ല. ഈവൻ ലോകത്ത് പോലും പൊതുജനങ്ങളെല്ലാവരും കൂടെ കൂടി ഗവൺമെൻറ്റിനോടനുബന്ധിച്ച് ഇങ്ങനൊരു പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പദ്ധതി ആദ്യത്തെ ആയിരുന്നു. അന്നേരം എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. സർക്കാർ മുൻകൈയെടുക്കുന്ന പദ്ധതിയിൽ ജനങ്ങൾ കൈകോർക്കുന്ന സിയാൽ മാതൃക കേരളത്തിലെ വികസനത്തിന് പുതിയ ഭാഷ്യം രചിച്ചു. ഇന്ന് ഈ സിയാൽ മാതൃക കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെ പല പ്രസ്ഥാനങ്ങളും നടപ്പാക്കുന്നു. കൊച്ചിയെ വടക്കോട്ട് അങ്കമാലി വരെ വളർത്തിയതും സിയാലിന്റെ വലിയ നേട്ടമാണ്. ഇനി വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ള മെയിൻ്റനൻസ് ആങ്കർ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിയാൽ. ഇതും 6 മാസത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന നിശ്ചയദാർഢ്യം സിയാലിനുണ്ട്. ബിസിനസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.